കാലടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ മാസം 20-ന് കാലടി സന്ദർശിക്കും. കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രി കാലടി സന്ദർശിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് കെ.വി. ടോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. കാലടിക്കൊപ്പം അങ്കമാലിയും ആലുവയും മന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പമുണ്ടാകും. കാലടിയിലെ റെസിഡൻസ് അസോസിയേഷൻ ട്രാക്ക് കാലടിയിലുള്ള ഗതാഗതക്കുരുക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിവേദനം തന്നിരിക്കുകയാണ്. ഏതാണ്ട് 20-ാം തീയതിയോടുകൂടി ഞാൻ ഉദ്യോഗസ്ഥരോടൊപ്പം ഇവിടെ സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ കളക്ടറോടും എല്ലാം ഇൻഫോം ചെയ്യുന്നുണ്ട്. പോലീസ്, മോട്ടോർ വെഹിക്കിൾ എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയതിന് ശേഷം നമുക്കൊരു ഈ തടസ്സമില്ലാതെ യാത്ര സുഗമമായി കാലടിയിലെ ഗതാഗതക്കുരുക്ക് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും സഹകരിക്കണം. എല്ലാവരും കൂടി നാട്ടുകാരും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സഹകരിച്ചാലും PWD ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ സഹകരിച്ചാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. അതേ ദിവസം തന്നെ അങ്കമാലിയിലും പരിശോധന നടത്തുന്നുണ്ട്. അങ്കമാലിയിൽ വലിയ കുരുക്കാണ്. ഈ ബസ് സ്റ്റേഷനോടനുബന്ധിച്ച് വരുന്നിടത്ത് വലിയ കുരുക്ക് വരികയും അത് വളരെ ദൂരം ബ്ലോക്കാവുകയും ചെയ്യുന്നുണ്ട്. അത് നോക്കും. അതുപോലെ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിയുന്നിടത്ത് മറ്റു ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. അവിടെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എയർപോർട്ടിലേക്ക് തിരിയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വൈകി എത്തുന്നവർക്ക് വളരെ ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാഹനങ്ങളുടെ ഫ്ലോ പരിഹരിക്കും. മാർത്താണ്ഡവർമ്മ പാലം ആലുവയിൽ എപ്പോഴും ബ്ലോക്കാണ്. അപ്പോൾ അവിടെയും നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ലൈറ്റ് ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പരിശോധിച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു ഡിസൈൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഡിസ്കസ് ചെയ്യാമെന്ന്. അതിന് കാലടിയിലേക്ക് വരും. 20-ാം തീയതിയാണ് ഒരു ഏകദേശ ഡേറ്റ്. അതായിരിക്കും. നിവേദനം എനിക്ക് തന്നു. തീർച്ചയായിട്ടും പരിഗണിക്കും. ദിവസം ചെല്ലുന്തോറും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെടുന്നത്. പല ദിവസങ്ങളിലും കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. MC റോഡ് യാത്രക്കാരാണ് ഇതുമൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ദീർഘദൂര യാത്രക്കാരെല്ലാം വഴിയിൽ കുടുങ്ങുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർക്കും സമയത്ത് എത്താൻ കഴിയുന്നില്ല. പലർക്കും വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിനാൽ വിമാനയാത്രകളും മുടങ്ങിയിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാലടി സമാന്തര പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാലടി പട്ടണത്തിന് വീതി കുറവായതിനാൽ പുതിയ പാലം വന്നാലും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നില്ല. മന്ത്രി ഗണേഷ് കുമാറിന്റെ സന്ദർശനത്തോടെ കാലടിയിലെ ഗതാഗതക്കുരുക്ക് കുറയാൻ നടപടിയാകുമെന്ന പ്രതീക്ഷയിലാണ് കാലടിക്കാർ.